പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് നിരോധിച്ച ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒന്നായിരുന്നു. ഈ നിരോധനത്തെ മറികടക്കാൻ പോപ്പുലർ ഫ്രണ്ട് പല പേരുകളിൽ രംഗത്തെത്തും. ഈ നിരോധനത്തെ അവർ മറികടക്കും. എന്നാൽ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ബഹുഭൂരിപക്ഷം പേരും കരുതുന്നു. എന്നാൽ ഇപ്പോഴും ചെറിയൊരു വിഭാഗം പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ മറികടന്നുകൊണ്ട് വീണ്ടും ശക്തരായി തിരിച്ചു വരുമെന്ന് ചില പോക്കറ്റുകളിൽ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. പോക്കറ്റുകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണം നടക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. കാരണം പോപ്പുലർ ഫ്രണ്ടിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. 2047 ആകുമ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളത്. അങ്ങനെ അതിനുള്ള ഒരുക്കത്തിനിടയിലാണ് കേന്ദ്രം നിരോധിച്ചതും പൂട്ടിക്കെട്ടി കൊണ്ടുപോയതും. പക്ഷേ എപ്പോഴും അവർ ഉയർത്തിയ ആശയങ്ങൾ നശിച്ചിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പിടികിട്ടാനുള്ള പ്രതികളെ വീരപരിവേഷം നൽകി അവതരിപ്പിക്കുകയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഇവരെല്ലാം അമാനുഷികരാണെന്നും തിഹാർ ജയിലല്ല അതിലും വലിയ ജയിലാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് തിരിച്ചു വരുമെന്നും അവർ ഇപ്പോഴും കരുതുന്നതിൽ തെറ്റില്ല. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. 2019 ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഈ നിരോധനത്തിൻ്റെ ഒരു അമെൻമെൻറ്റ് ബില്ലുണ്ടായിരുന്നു. ആ ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നിരോധിക്കുന്ന സംഘടനകളെ മാത്രമല്ല, ആ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവരെ കൂടിയാണ് നിരോധിക്കുന്നത്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല നമ്മളുടെ രീതി. ആ സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ ആ സംഘടനയിൽപ്പെട്ടവർ പല പേരുകളിൽ പല രൂപത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുമെങ്കിൽ ഇപ്പോഴങ്ങനെ സംഭവിക്കില്ല. കാരണം ഒരു സംഘടന നിരോധിക്കുമ്പോൾ ആ സംഘടനയിൽ പെടുന്നവർ കൂടി നിരോധനം ബാധകമാണ്. അതായത് ഒരു സംഘടനയിൽ പെടുന്ന വ്യക്തി ഇനി അദ്ദേഹം നാളെ മറ്റൊരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചാലും എപ്പോൾ വേണമെങ്കിലും NIAക്ക് ഇല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇവരെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനും അറസ്റ്റ് ചെയ്യാം. കാരണം ഇവർ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമ്പോൾ ഇവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അംഗങ്ങളായിരുന്നു. ഇപ്പോൾ അവർ മറ്റ് പാർട്ടികളിൽ പോകുന്നു. ആ ഏതെങ്കിലും തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് ഈ UAPA നിയമപ്രകാരം ഉള്ള അറസ്റ്റ് തന്നെ ആയിരിക്കും. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതാണ് പലരും ചോദിക്കുന്നത്, ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിട്ട് എന്ത് കാര്യം, അവർ വേറെ പേരുകളിൽ വരില്ലേ? വേറെ പേരുകളിൽ വരാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല, വരാൻ കഴിയും. പക്ഷേ അതത്ര എളുപ്പമല്ല. മുൻപ് വളരെ ഈസി ആയിരുന്നു. സിമിയൊക്കെ നിരോധിച്ചപ്പോൾ അത് പിന്നീട് ആണ് പോപ്പുലർ ഫ്രണ്ടായി മാറുന്നതുമൊക്കെ. അതിൽ കുറച്ച് വിഭാഗം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകളിലൊക്കെ പോവുകയും ചെയ്തു. പല സംഘടനകളിലേക്കും അവർ പോവുകയും ചെയ്തു. അതിൽ മുൻപ് ആ സിമിയിൽ പ്രവർത്തിച്ച ഒരാൾ MLA ആയി പിന്നീട് നമ്മുടെ കേരളത്തിൽ മന്ത്രിയുമായി. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് തന്നെ കേന്ദ്രം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇത്തരം സംഘടനകൾക്കെതിരെ, അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന്. അതിപ്പോൾ അക്ഷരം പ്രതി ശരിയാണെന്ന് നമുക്ക് ഓരോ ദിവസവും കഴിയുന്തോറും മനസ്സിലായി വരുന്നു. മിക്കവാറും ഒരാഴ്ചയിൽ 1-2 NIA റെയ്ഡുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, ചെറുതും വലുതുമായ റെയ്ഡുകൾ. അത്തരം വാർത്തകൾ ഒക്കെ വലിയ സ്കോപ്പില്ലാത്തതുകൊണ്ടാണ് ആരും അത് നൽകാത്തത്. കാരണം എല്ലാ ആഴ്ചയിലും 1-2 റെയ്ഡുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, 1-2 പേരെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതൊന്നും എന്നും കൊടുത്ത് വാർത്ത നൽകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ അതിനെ തിരസ്കരിക്കുന്നതും തമസ്കരിക്കുന്നതും ഒക്കെ. ഏതായാലും അത്തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഏതായാലും ഇന്ന് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പ്രധാന പ്രതി, ഈ പ്രതി വിദേശത്താണ് എന്നായിരുന്നു അന്വേഷണ ഏജൻസികൾ കരുതിയിരുന്നത്. ഖത്തർ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ അന്വേഷണ ഏജൻസികൾ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ സവാദ് കേരളത്തിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സവാദിനെ പൊക്കിയിരിക്കും. എവിടെയാണെങ്കിലും ഭീകരവാദത്തിൻ്റെ വേരിറക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. ഏതാണ്ട് ഇന്ത്യയിൽ ഈ തീവ്ര ഇടതുപക്ഷ ഭീകരവാദം, അതായത് മാവോയിസം അല്ലെങ്കിൽ നക്സലിസം, ഇത് ഏതാണ്ടൊക്കെ വേരറ്റ് പോയി തുടങ്ങിയിരിക്കുന്നു. മുമ്പ് ഈ നക്സലിസം കൊടികുത്തിയവാണ് ആന്ധ്രയിലടക്കം. ഇന്ന് അത്തരത്തിലൊന്നും കേൾക്കാനില്ല. പിന്നീട് പൊങ്ങിയ ഒന്നായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പേരിൽ ഉയർന്നു വന്ന ചില സംഘടനകൾ. അത്തരം സംഘടനകളും കാശ്മീരിലടക്കം ഓരോ ദിവസവും പൂട്ടിക്കെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടും പൂട്ടിക്കെട്ടിയത്. ഏതായാലും ലോകം മുഴുവൻ ശ്രദ്ധിച്ചിരുന്നൊരു വാർത്ത തന്നെയാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയത്. ഈ വാർത്ത ആദ്യം വരുന്നത് ഇസ്രായേലിൻ്റെ ഒരു ഓൺലൈനിലാണ് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ വലിയ പ്രാധാന്യം. അതിനുശേഷമാണ് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും ഈ വാർത്ത നൽകി തുടങ്ങിയത്. പക്ഷേ ഈ വാർത്തയ്ക്ക് ഒരു ആംഗിൾ ആദ്യം മുതലേ തന്നെ സെറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ജോസഫ് മാഷ് വെട്ടുകൊള്ളേണ്ടവനാണെന്നും കൈപ്പത്തി മാത്രമല്ല ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടവനാണ് എന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വാക്ക് കടമെടുത്തുകൊണ്ട് ഈ സഭയോടൊപ്പം നിൽക്കുന്ന ചിലരും പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് വളരെ ഖേദകരമായ കാര്യം. ജോസഫ് മാഷിനോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആകെ നിന്നത് കേരളത്തിലെ BJP ആണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും അവർ അധികാരത്തിലേറിയതിനു ശേഷം ജോസഫ് മാഷിൻ്റെ ഈ കൈപ്പത്തി വെട്ട് കേസ് വളരെ ഊർജിതമായി അന്വേഷിക്കുകയും ഒടുവിൽ ഒരിക്കലും പിടിക്കില്ല എന്ന് പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന അവരുടെ അമാനുഷികനായ ഭീകരൻ, ഇല്ലെങ്കിൽ ഈ കൈപ്പത്തി വെട്ടിമാറ്റിയ പ്രതി പിടിയിലായിരിക്കുന്നു. രഹസ്യമായി താമസിച്ചിടത്തുനിന്ന് NIA പൊക്കിയിരിക്കുന്നു.
ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരൊക്കെ അകത്ത് ആയതിനു ശേഷമാണ് NIA ശരിക്കും പണി തുടങ്ങിയത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഓരോ ദിവസവും അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ഭാഗത്തും റെയ്ഡ് നടത്തുന്നു. ഇവരെ സഹായിച്ചവരാണ് ഇനി അടുത്തതായി കുരുങ്ങാൻ പോകുന്നു. സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊലയാളികൾക്കും നേതാക്കന്മാർക്കും താവളഭരണം ഒരുക്കിയവർ ഇല്ലെങ്കിൽ സഹായിച്ചവരെല്ലാം തന്നെ ഇനി ഒന്നൊന്നായി അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. നമുക്കറിയാം ഈ നിരോധനത്തിന് ശേഷം പത്തനംതിട്ടയിലടക്കം റെയ്ഡുകൾ നടന്നിരുന്നു. വ്യാപാരികൾ ആയ ചിലരെയൊക്കെ NIA ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ അനവധി സംഭവങ്ങൾ കേരളത്തിൽ ദിനംപ്രതി നടക്കുന്നുണ്ട്. അതൊന്നും ഒരു വലിയ വാർത്തയായി വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നിരോധനത്തെ മറികടന്ന് പോപ്പുലർ ഫ്രണ്ട് എത്തുമെന്നും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒളിവിലുള്ള നേതാക്കളൊക്കെ അമാനുഷികരാകുമെന്നും അവർ ശക്തരായി നിൽക്കുന്നു എന്നുമൊക്കെയുള്ള ചില ഒരു പോസ്റ്റുകളും ഷെയറിങ്ങുകളും ഒക്കെ പലയിടത്തും നടക്കുന്നു. അത് താൽക്കാലികമായി ആശ്വാസം ലഭിക്കുമെങ്കിലും അങ്ങനെ ഒന്ന് സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇതുതന്നെയാണ് ന്യൂസിൻ്റെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.